ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മളെ റോട്ടാന്നേ. റോട്ട് ചർച്ചാ വിഷയമാവാനായിട്ട് ഒരു റീസൺ ഉണ്ട്. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ 2 ഗസ്റ്റ് വന്ന സമയത്ത് അവർക്ക് ആകെ പാനിക്കായിപ്പോയി കേട്ടോ. എന്ന് വെച്ചാൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയാൽ മതി. അവർ നമ്മുടെ വീടിനകത്തിരുന്നപ്പോൾ പോലും എന്തോ പറയില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചു എന്തിനെങ്ങനെ പേടിക്കണേ. അപ്പോൾ അവർ ഈ ഡോറ, അതാണ് അവളുടെ പേര്, അവൾ ഈ കൂട്ടിലിട്ട് ഗുമ്മനെയാണ് ഇടിക്കുന്നത് കേട്ടോ. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അപ്പോൾ അവളുടെ ഡോറ് കിടന്ന് കുലുങ്ങും. അപ്പോൾ ഇത് കാണുന്നവർ പേടിച്ചു പോകും. അവർ വിചാരിക്കും അയ്യോ ഇപ്പോൾ ആ കതക് ഊരി തെറിച്ച് പട്ടി വെളിയിൽ ഇറങ്ങി വരുമോ എന്നുള്ള പേടി കാണുന്നവർക്ക് തോന്നും. അപ്പം ഞങ്ങൾ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല, അവളുടെ രീതിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തവരുടെ സംശയം എന്ന് പറയുന്നത് ഇത് നിരോധിച്ച പട്ടിയല്ലേ, ഈ നിരോധിച്ച പട്ടി എന്താ നിങ്ങൾ വളർത്തുന്നത്, ഈ നിരോധിച്ച പട്ടി വളർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, നിരോധിച്ചു, അതിനുശേഷം സ്റ്റേ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റേയുടെ കാര്യമൊന്നും അവർ ആർഗ്യൂ ചെയ്യണില്ല, സ്റ്റേ എന്ന് വന്നിട്ടില്ല, നിരോധിച്ചിരിക്കുകയാണ്, അത് ഒരു കൂട്ടം ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, സ്റ്റേ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ റോട്ടിനെ പറ്റി ഈ നിരോധനം വരെ എല്ലാവരുടെയും ചെവിയിൽ എത്തിയിട്ടുള്ളൂ, അതിന് ശേഷമുള്ള കാര്യം ആരുടെയും ചെവിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, റോട്ടിനെ നിരോധിച്ചിട്ടില്ല. അവരുടെ പ്രജനനം നിർത്തിയാൽ അവരുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഒരു കൂട്ടം നായ്പ്രേമികളെ ഹൈക്കോടതിയെ സമീപിച്ചു, ഭാഗികമായിട്ട് സ്റ്റേ ചെയ്തേക്കുവാണ്. അതായത് റോട്ടിനെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഇപ്പോൾ നിയന്ത്രണമില്ല, വളർത്തുന്നതിനും നിയന്ത്രണമില്ല. പിന്നെ അടുത്ത സംശയം എന്താ, ഇവർ കില്ലർ ഡോഗ് അല്ലേ, ഇവർ സിംഗിൾ മാസ്റ്റർ അല്ലേ, ഇവർ വീട്ടിലുള്ള എല്ലാവരെയും ആക്രമിക്കില്ലേ, കുഞ്ഞുങ്ങളെ ആക്രമിക്കില്ലേ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് അതിന് പറയാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ, അങ്ങനെ ആരെയും ആക്രമിക്കുന്ന കില്ലർ ഡോഗ് എന്നുള്ള പേരിന് ഉത്തമ ഉദാഹരണമല്ല റോഡ് വീലേഴ്സിനെ വളർത്തിയിട്ടുള്ളവർക്കറിയാം, അവരുടെ വായയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിലെ തലയോട്ടിയോ എന്തിനേറെ കാഠിന്യമേറെ കട്ടിയുള്ള എല്ലുകൾ പോലും അനായാസേനെ കടിച്ചമർത്തുവാൻ കഴിവുള്ള വായയും പല്ലുമാണ് ഇവയുടെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആക്രമിക്കുന്ന ഇരയെ അവർക്ക് പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആണ് ഇവരെ കില്ലർ ഡോഗ് എന്ന് നെയിമിൽ പ്രതിപാദിക്കുന്നത്. വിദേശികൾ ഇവരെ പറയുന്നത് എന്താണെന്നറിയോ, തിരനിറച്ച തോക്കിന് തുല്യമാണ് ഒരു റോഡ് വീലർ എന്നാണ് പറയണേ. ഒരു കാറിനെ ഒറ്റ വലിക്ക് പോലും കെട്ടിവലിക്കാനുള്ള കെൽപ്പുണ്ട് അത്ര ഇവർക്ക്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഡോർ ഒരൊറ്റ കാറിനെ കെട്ടിവലിക്കുകയൊന്നുമില്ല. പക്ഷേ നമ്മുടെ കോമ്പൗണ്ടിൽ ആര് വരികയോ പോവുകയോ ചെയ്താലും അവൾ വളരെയേറെയും ശ്രദ്ധയോടെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ട്. അവൾ ഒരാളാണ്, ഒരാൾ വരുമ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് അലർച്ച ഉണ്ടാക്കുന്നതും അത് കേട്ടാണ് മറ്റുള്ളവർ കുരയ്ക്കുന്നതും. നമ്മളൊരു നല്ലൊരു വാച്ചർ ഡോഗിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റോഡ് വീലർ ബെറ്റർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളർത്താൻ അറിവില്ലാത്തവരുടെ കയ്യിൽ കിട്ടിയാൽ ഏത് നായയും അക്രമാസക്തരാവും. അത് റോഡ് വീലർ തന്നെ വേണമെന്നില്ല. നമ്മുടെ നാടൻ നായ്ക്കുട്ടിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു കൂട്ടിനകത്ത് എപ്പോഴും അടച്ചു മൂടിയിട്ട് വല്ലപ്പോഴും തുറന്നു വിടുമ്പോൾ അവർ കാണുന്നവരെയൊക്കെ കടിക്കും. ഒരിക്കലും റോഡ് വീലറിൻ്റെ സിംഗിൾ മാസ്റ്റർ അല്ല കേട്ടോ. സിംഗിൾ മാസ്റ്റർ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. എൻ്റെ വീട്ടിൽ ഞാനുണ്ട്, കുഞ്ഞിയുണ്ട്, നന്ദനുണ്ട്, ചേട്ടനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എന്തിനേറെ എൻ്റെ സഹോദരൻ്റെ ഭാര്യ, ഇവരൊക്കെ വരും. ഇവരെയൊന്നും എൻ്റെ ഡോറ ആക്രമിക്കാറില്ല. അവൾക്കറിയാം ഇവരൊക്കെ ഈ വീട്ടിലുള്ളവരാണ്, ആക്രമിക്കേണ്ട ആൾക്കാരല്ല. എൻ്റെ കുഞ്ഞി ജനിച്ച നാൾ തൊട്ട് കളിക്കുന്നത് ഡോറയോടും അവരുടെ മറ്റു കൂട്ടു പട്ടികളോടും കൂടിയാണ് എൻ്റെ കുഞ്ഞി കളിക്കുന്നത്. പിന്നെ പൊതുവേ റോഡ് വീലറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ആരെയാണോ ആ വീട്ടിൽ അത് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയുടെ മുന്നിൽ എപ്പോഴും അവൾ ഒരു പന്തി താഴ്ത്തിയേ നിൽക്കുള്ളൂ, തലയാണെങ്കിലും വാലാണെങ്കിലും. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ അവളുടെ ശൗര്യത്തിൽ തന്നെ നിൽക്കും. എൻ്റെ ഹസ്ബൻഡ്, ചേട്ടനാണ് ഇവളുടെ എല്ലാം. ചേട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവളുടെ വാല് താഴ്ത്തി കാലിനിടയിലോട്ട് ചുരുക്കിയിട്ടേ നിൽക്കുള്ളൂ. നേരെ മറിച്ച് ഞങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ കളിക്കാനാണെങ്കിലോ ചിരിക്കാനാണെങ്കിലോ എന്തിനാണെങ്കിൽ പോലും അവളുടെ വാല് ഉയർന്നു തന്നെ നിൽക്കും. ഇതൊന്നും പണ്ടത്തെ പട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, മുന്നത്തെ റോഡ് വീലേഴ്സിൻ്റെയൊക്കെ വാലുകൾ മുറിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ റോഡ് വീലേഴ്സിനെ ആ ലുക്കിൽ, ആ ഗാംഭീര്യത്തിൽ കാണണമെങ്കിൽ വാലില്ലാണ്ട് തന്നെ കാണണം എന്നൊരു ധാരണ പണ്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ ധാരണയിൽ ഇവരുടെ വാലുകൾ ഒരു 30-35 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് മുറിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഇവർ വളർന്നു വരുമ്പോൾ ആ വാലില്ലാത്ത റോട്ടിനെക്കാളും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ നിയമപരമായിട്ട് അങ്ങനെ മുറിക്കാനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആരും മുറിക്കണില്ല. വാലോട്
തലയോടുകൂടി തന്നെയാണ് ഇപ്പോൾ റോട്ട് വിപണിയിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിലും എത്തുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവരുടെ ആ വാലാണ് റോട്ടിൻ്റെ ശൗര്യം മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത്. ആ വാല് എത്രത്തോളം ആരോഗ്യത്തോടെ ഊർന്നിരിക്കുന്നോ അത്രത്തോളം ആ പട്ടിക്ക് ശൗര്യം ഉണ്ട് എന്നുള്ളതാണ് വാലിൻ്റെ പ്രത്യേകത. വാല് താഴ്ത്തി കാലിനിടയിലോട്ട് ചുരുക്കി വാലിന് അത്രയും കനവും അല്ലെങ്കിൽ ഗാംഭീര്യവും ഇല്ലാണ്ടിരുന്നാൽ അതിനർത്ഥം അവൾ ഭയപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അവൻ ഭയപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ജർമ്മനിയിലാണ് കേട്ടോ അവരുടെ ഉത്ഭവം. പക്ഷേ ലോകമെമ്പാടും വ്യാപിച്ചു കിടപ്പുണ്ട്. എന്നാൽ പോലും നിരോധിച്ച രാജ്യങ്ങളും തന്നെയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ അമ്മമാരുടെ കയ്യിൽ പാപ്പം തിന്നാൻ ചെപ്പോട്ട് എന്ന് പറഞ്ഞ റോട്ട് തന്നെയാണ് എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ ആദ്യം ഓടി വരുന്നത്. അതുമാതിരി തന്നെയാണ് നമ്മുടെ വീട്ടിലെ റോട്ടാണെങ്കിൽ പോലും എന്ത് പറഞ്ഞാലും അത് അനുസരിക്കും. അതിന് നമ്മൾ പ്രത്യേക ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടല്ല, അവർ കണ്ടു തന്നെ കയറി വന്നതാണ്. നമുക്ക് തന്നെ നമ്മുടെ നായ്ക്കളെ നല്ലൊരു ട്രെയിനറും നല്ലൊരു ട്രെയിനിങ്ങും കൊടുത്ത് നമുക്ക് തന്നെ കയറ്റിയെടുക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. തുടക്കം മുതൽ തന്നെ നമ്മുടെ നായ്ക്കളെ നമ്മൾ ഇത് പാടില്ല അത് പാടുണ്ട് എന്ന് കാണിച്ചു കൊടുത്താൽ അവർ അത് തന്നെ ഒബേ ചെയ്യും. അതിന് പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകം ട്രെയിനറെ വെക്കേണ്ട ആവശ്യവുമില്ല. നമ്മളെ ഡോറുണ്ടല്ലോ തുറന്ന് വിട്ടാൽ ആദ്യം അവൾ ഓടിച്ചെന്ന് 4 കോർണറിൽ മണപ്പിക്കും. 4 കോർണറിൽ മണപ്പിച്ചിട്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് പോയി ആ പരിസരം മുഴുവനൊന്ന് നോക്കും. എന്നിട്ട് മാത്രമേ അവളുടെ ദിനചര്യയിലോട്ട് അവൾ വരുള്ളൂ. അതായത് കാവൽ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് അവൾ ആ കാണിക്കുന്നത്. അവളുടെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ 4 കോർണർ അവൾ നിരീക്ഷിക്കും. അവിടെ എന്തുണ്ട് എന്തില്ല എന്നുള്ളത് അവൾക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. ആ നിരീക്ഷണം ഒരു ദിവസം കൊണ്ട് അവൾ നിർത്തുന്നില്ല. എന്നും എപ്പോഴും തുറന്നു വിടുമ്പോഴും അവൾ ചെയ്യുന്ന രീതി അത് തന്നെയാണ്. പിന്നെ മാക്സിമം നമ്മൾ എപ്പോഴും ഈ കുട്ടികളെയൊക്കെ തുറന്നു വിട്ട് തന്നെ മാക്സിമം അവരെ ഫ്രീ ആക്കി അങ്ങ് വിടുക. എത്ര കെട്ടിയിട്ടാലും എത്ര കൂട്ടിനകത്ത് അടച്ചിട്ടാലും അവർ അമർഷം അടക്കി പിടിച്ചിരിക്കും. അതിപ്പോൾ റോഡ് വീലർ തന്നെ ആവണമെന്നില്ല, ഏത് ഡോഗ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ലാബൊക്കെ എന്ന് വെച്ചാൽ പൊതുവേ നല്ല ക്ഷമയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അവരൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ലാബ് പോലെയല്ല മറ്റു ഡോഗുകൾ. അവർക്ക് മാക്സിമം ഫ്രീ ആയിട്ട് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അഗ്രസീവ് ആവും. എൻ്റെ കുഞ്ഞുണ്ടല്ലോ തക്കം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവിക്കും കേട്ടോ. പക്ഷെ അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. അവൾക്കറിയാതെ ഇവിടുത്തെ കുഞ്ഞാണെന്നും അത് കളിക്കുന്നതാണെന്നുള്ള ഉത്തമ ബോധ്യം അവൾക്കുണ്ട്. പൂച്ചയാണ് കേട്ടോ അവൻ്റെ മെയിൻ ശത്രു. പൂച്ച ഈ കോമ്പൗണ്ടിൽ കയറ്റില്ല. ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ വീട്ടിലിരുന്ന് വിളിച്ചാലും അവ ഇവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കും. നമുക്കിപ്പോൾ അവളെ കില്ലർ ഡോഗ് എന്നൊരു നെയിം കൊടുത്ത് ഇരുത്താൻ പറ്റില്ല. കാരണം കില്ലർ ഡോഗ് അല്ല. അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ശൈലികളൊന്നും കില്ലർ ഡോഗ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽ പെടുന്നതല്ല. മറ്റു ഡോഗുകളെ മാതിരി തന്നെയാണ് അവരെ. വളർത്താൻ അറിയാത്തവരെയോ അല്ലെങ്കിൽ വളർത്തേണ്ട രീതി എങ്ങനെയെന്ന് അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ പെട്ടുപോകുമ്പോൾ റോഡ് വീലർ എന്നല്ല, ഏത് ഡോഗാണെങ്കിലും അവരുടെ ഭയാനകമായിട്ടുള്ള രൂപം നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ കാണുന്ന കൂട്ടത്തിലാണ് ഇത് വന്നു പോകുന്നത്. നമ്മുടെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇവരിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടോ ഒരിക്കലും നമ്മൾ കില്ലർ ഡോഗ് എന്ന് പറയുന്ന ഗണത്തിൽ ഇവരെ ഉൾക്കൊള്ളിക്കാൻ ആരോടും പറയില്ല. അങ്ങനെയല്ല, ഇവർ കില്ലർ ഡോഗ് അല്ല. അവർ നല്ല സ്നേഹവും ഇത്രയും തന്നെ നിങ്ങൾ നോക്കിയേ. ഈ വീഡിയോ തുടങ്ങി ആ സമയം തൊട്ട് ഈ സമയം വരെ എത്ര ക്ഷമയോടെയാണ് അവൾ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. ഇത്രയും ക്ഷമയുണ്ട്. അപ്പോൾ ക്ഷമയില്ലാത്തവരാണല്ലോ പൊതുവെ അഗ്രസീവ് ആവുന്നത്. ഇത്രയും ക്ഷമയുള്ള ഈ ഡോഗുകൾ ഒരിക്കലും എന്തോ പറയാൻ അഗ്രസീവ് ഗണത്തിൽ വരില്ല. എന്ത് ക്ഷമയോടുകൂടിയാണ് അവൾ ഇരിക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ കുറച്ച് പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ആകുമെന്നത് ഒഴിച്ചാൽ അവളെല്ലാം കേട്ടുകൊണ്ട് അവൾ ആസ്വദിച്ചിരിക്കുവാണ്. സോ നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും റോഡ് വീലർ എന്ന് പറയുന്ന നായയെ കില്ലർ ഡോഗ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെടുത്തുകയോ വളർത്താനായിട്ട് മാറ്റി നിർത്തുകയോ ചെയ്യരുത്. മറ്റു ഡോഗുകളെക്കാട്ടിയും സ്നേഹവും കൂറും ഉള്ള ഡോഗ് തന്നെയാണ് റോഡ് വീലർ. അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇന്ന് നമുക്കിപ്പോൾ രണ്ടുപേരും വന്നിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് തോന്നി ഇതേ കോൺസെപ്റ്റ് ആയിരിക്കുമല്ലോ മറ്റുള്ളവർക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്കൊന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് അവർക്ക് മാറ്റം വന്നാൽ, ഈ മൈൻഡ് സെറ്റിന് ചെറിയൊരു മാറ്റം വന്നാൽ അത് അത്രയും നല്ലതാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത്. അപ്പോൾ ഏതാണ്ട് നമ്മൾ റോഡ് വീലറിനെ കുറിച്ചൊരു രൂപം നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപേണ എനിക്ക് ഇടുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.